ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക മസാല റോസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ മസാല റോസ്റ്റ്. അതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോഴത്തേക്കും ചെറിയ സൈസ് വെണ്ടയ്ക്ക നോക്കി വാങ്ങണം. അതാകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കറി ചെയ്താലും. അപ്പോൾ ഞാൻ 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമെല്ലാം ഒരു ടവൽ വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം. വെണ്ടയ്ക്ക എല്ലാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടല്ല ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതായി പോയാൽ അത് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ ശരി, നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്ക മസാല റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. പാനിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് നമ്മളിത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ സ്റ്റിക്നെസ് എല്ലാം മാറിക്കിട്ടും. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്തിട്ട് വരാൻ വേണ്ടിയിട്ടല്ല നമ്മളിതുപോലെ വഴറ്റി കൊടുക്കുന്നത്. ആ സ്റ്റിക്നെസ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണിത്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൂടി ചേർക്കാം. ഈ സവാള എല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ആയാൽ മാത്രം മതിയാവും. നമ്മുടെ സവാളയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഈ ടൈമിൽ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ചെറിയ സൈസിൽ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയെല്ലാം നല്ലതുപോലെ സ്മാഷ് ആയിട്ട് വരണം. അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഫ്ലെയിം ഒന്ന് നല്ലതുപോലെ ലോയിൽ വെച്ചതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് ഇതൊരു പകുതി അളവിൽ വെന്തിട്ട് വരും. നല്ലതുപോലെ കുക്കാവില്ല, ഒരു പകുതി അളവിൽ കുക്കായിട്ട് വരുള്ളൂ 1 മിനിറ്റ് കൊണ്ട്. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പകുതി അളവിലാണ് ഇത് വെന്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഡ്രൈ മാംഗോ പൗഡറാണ്. അപ്പോൾ ഇതിന് മുമ്പ് റെസിപ്പീസ് തയ്യാറാക്കിയിരുന്നപ്പോഴും ഞാൻ ആ മാംഗോ പൗഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വെണ്ടയ്ക്ക മസാല റോസ്റ്റിന്. അപ്പോൾ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ സവാളയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം. 1 മിനിറ്റ് നമ്മളിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരും. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് വീണ്ടും അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കയിലും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക മസാല റോസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും നല്ലതുപോലെ ഇഷ്ടാവും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വറ്റിയിട്ട് നല്ലതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക മസാല റോസ്റ്റ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ വെണ്ടയ്ക്ക വെച്ച് തയ്യാറാക്കുന്ന റെസിപ്പികളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തേക്കണം. നമ്മുടെ റെസിപ്പീസ് എല്ലാം നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.